ഹലോ ഗൈസ്, എല്ലാവർക്കും പ്രോഗ്രാമിക് ഗെയിമിംഗ് തൊട്ട് പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറെ നാളായില്ലേ കണ്ടിട്ട്, കുറെ നാളായി, എത്രയോ നാളായി കണ്ടിട്ട്. ആൻഡ് രാത്രിയായി. ഞാൻ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. ഞാൻ ഇവിടെ ഓഫ് ക്യാമറയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ കാണിക്കാൻ. ബേസിക് ഐറ്റംസ് ആണ്. പിന്നെ എനിക്ക് ഒരു സോംബീനെ കൊന്നപ്പോ ഒരു ക്യാരറ്റ് കിട്ടി. പിന്നെ ഞാൻ അവിടെ ഫാമൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീറ്റ് ഫാം. പിന്നെ അങ്ങോട്ട് ഒരു വഴിയൊക്കെ ഇട്ടിട്ട് ഇതാ ഇവിടെ ഒരു ഫാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് പുറത്ത് പേടിക്കേണ്ട ആവശ്യം ഇല്ല. ബിക്കോസ് വി ഹാവ് വീറ്റ് ഫാം. ഓക്കെ, ഇങ്ങനെ വരിക സെറ്റ്. ഇതിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുക. എന്താ നമ്മുടെ ക്യാരറ്റും മുന്നിലുണ്ട് കേട്ടോ. ക്യാരറ്റ് നമുക്ക് തിന്നാം. ക്യാരറ്റും നമുക്ക് ചെയ്ത് എന്താ ക്യാരറ്റ് നമുക്ക് പിന്നീട് ഗോൾഡൻ ക്യാരറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ളതാണ്. ഗോൾഡ് ഫാം ആയതിന് ശേഷം ഒരു സൈഡ് ആയില്ലേ. ഓക്കെ, ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഗ്രൈൻഡ് ചെയ്താണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇനി സീഡുണ്ട്. സീഡ് നമുക്ക് ഇനി ബാലൻസ് വരാൻ തുടങ്ങും. അത് അത് ഇച്ചിരി സീനായിരിക്കും. പിന്നെ ആണെങ്കിൽ എന്റെ ബ്രെഡ് കുറവാണ്. 6 ബ്രെഡൊക്കെ എന്റെ ഉള്ളൂ കേട്ടോ. അപ്പൊ ബ്രെഡ് ഉണ്ടാക്കാം. എന്നിട്ട് ബാലൻസ് വീട്ടിൽ വെക്കാനൊന്നുമില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു കുഴി കാണാനുണ്ടാവും. ബിക്കോസ് ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ ഒരു വീട് കാര്യങ്ങൾ സെറ്റ്, വീടല്ല, നമുക്ക് പ്ലാൻ എന്തൊക്കെയാ ഉണ്ടാക്കണ്ട ഇനി അതിനൊക്കെ സൈൻ ബോർഡ് വെച്ചിട്ട് കുറച്ച് പ്ലാനുകൾ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഇങ്ങോട്ടായിട്ട് ഞാനൊരു മുറി ഉണ്ടാക്കും. ഓക്കെ, അതുകൂടാതെ ഞാൻ കുറച്ച് അയേൺ മൈൻ ചെയ്യാൻ പോയി. നമ്മൾ മൈനിങ് ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് മൈനിങ് ഏരിയ. പിന്നെ ഇവിടെ പ്രോട്ടോണിക്സ് ബേസ് ആണ് എന്ന് എഴുതി വെച്ചിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ വേൾഡിന്റെ സീഡ് വേണമെങ്കിൽ ഇതാണ് വേൾഡിന്റെ സീഡ്. നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ കയറി കളിക്കണം. അയ്യോ, ഞാൻ വിചാരിച്ചേ സെറ്റ്. പിന്നെ താഴെ പോവാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഞാൻ ഫുള്ള് മൈൻ ചെയ്തിട്ടില്ല. ആ നേരത്തെ എന്തെങ്കിലും കുറച്ചൊക്കെ ഞാൻ വന്ന് എടുത്തു. പിന്നെ വീഡിയോയിൽ എടുക്കാൻ വിചാരിച്ചു. നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്താലും ഇവിടെ എവിടെയൊക്കെയോ കുറച്ച് അയണൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഈ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫുൾ അയണാണ് കേട്ടോ. അയണിന്റെ പഴയാണ് ഇത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അയണുണ്ട് ഇവിടെ, കൊറേ അയണുണ്ട്. താഴെയും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ആ സൈഡിലോട്ടേക്ക് പിന്നെയും താഴോട്ടൊരു കേവ് ഉണ്ട്. ഓക്കെ, അവിടെയൊക്കെ ഞാൻ പോയിട്ട് എന്റെ ഒരു അയൺ പിക്കാക്സ് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് അയേൺ മൈൻഡ് അയേൺ. ഓക്കെ, ആക്സിന്റെ ഒരു സ്റ്റാക്ക് ചിലപ്പോ ഉണ്ടാവും കേട്ടോ. ഒരു സ്റ്റാക്ക് ഉണ്ടായില്ലെങ്കിലും അര സ്റ്റാക്കെങ്കിലും വരും. അര സ്റ്റാക്ക് 32 മാക്സിമം വരും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എന്റെ ഒരു അയൺ പിക്കാക്സ് ഓക്കെ സെറ്റാണ്. ഇനി ഓക്കെ, ഇതിങ്ങനെ അടിക്കുമ്പോ നല്ല സുഖമാണ്. ഓക്കെ, ഉമ്മഞ്ചിയൊക്കെ അത് മൈനൊന്നും ആവൂല അങ്ങനെ അടിച്ചോണ്ടിരുന്ന. നെക്സ്റ്റ് പൊട്ടിച്ചു. വേറെ ആയിരിക്കുന്നു. നമുക്കിങ്ങനെ കുറെ അയേൺസ് ഒക്കെ എടുത്ത് ഫുൾ അയേൺ ആർമർ ആവണം. ഇന്ന് ചിലപ്പോ നോക്കിയിട്ടാവാൻ പറ്റും. എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ എത്ര അയേൺ ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ കണ്ടു എവിടേക്കോ ആയിട്ട്. അതങ്ങനെ അല്ലേ പോപ്പറാണ്. അങ്ങോട്ടൊക്കെ ഒന്ന് അങ്ങോട്ട് ആ വഴി പോയി നോക്കാം. അതാ എടുക്കുന്നത് അല്ലേ. വീണ്ടും അയേൺ. എന്താ ഇവിടെ ഒരു മിനിറ്റ് നമുക്ക് കേറാം.
ഇതൊന്നല്ലേ മാഗ്മ, അല്ലെങ്കിൽ മറ്റേ കടലിന്റെ അടിയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ നമുക്കിപ്പൊ നോക്കണ്ട, പിന്നെ നോക്കാം. ഒരു ബ്രെഡ്. എനിക്ക് ഇതിന്റെ സ്ക്രീനിന്റെ ആനിമേഷൻ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ സൂക്ഷിച്ചാണെങ്കിൽ വെള്ളത്തിന്റെ ഒച്ച കേൾക്കാനുണ്ട്. എവിടെ ഒരു സ്റ്റെപ്പ് ഇട്ടല്ലോടാ താഴേക്ക്. അതെവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായി? ആ അതായിരിക്കും സ്റ്റെപ്പ്. ഇപ്പൊ പുറത്താണ് ഇരിക്കുന്നത്. ഇപ്പം വെയിലടിക്കുന്നോണ്ട് സ്ക്രീൻ വരെയൊക്കെയാണ് ഇവിടൊക്കെ കൊറേ വെള്ളം ഉണ്ടായി. ഞാൻ ഇവിടെ നിന്നാണ് ജസ്റ്റ് മിസ്സിന് ചാവാതെ പോയത്. നാട്ടം ഉണ്ടായിട്ട് ഇവിടെ കുറച്ച് അയവുണ്ട് തോന്നുന്നു. നോക്കാം. അങ്ങോട്ടുണ്ടോ അയവുണ്ടോ? ഞങ്ങോട്ട് വന്നുണ്ട്. എന്റെ വേറെ ടോർച്ചില്ല. നല്ല എന്റെ വീട്ടിൽ എത്രയോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ അങ്ങനെ ആ അയൺ കാര്യം എടുത്തിട്ടുണ്ട്. മേലോട്ട് വേറെ വഴി. ഓക്കെ ഗൈസ്, മൈനിങ് ഒക്കെ കഴിഞ്ഞ് എനിക്കൊരു 26 അയൺ കിട്ടി കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന ബാലൻസും കണ്ടില്ല. എവിടൊക്കെ ഇനിയുണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല. പോരുന്ന വഴിയിൽ ഇച്ചിരി കണ്ടു, പക്ഷെ ഞാനത് എടുത്തു. ഓക്കെ, സീരീസില് നമ്മൾ ഈ ഷെയ്ഡർ മാത്രമായിട്ടായിരുന്നു കളിക്കുക. അത് നിങ്ങൾ ആലോചിച്ചോ. ഓക്കെ, പിന്നെ ഈ പിക്കാക്സ് എടുത്ത് ഇവിടെ വെച്ചേക്കാം. പിന്നെ ഇത് പോട്ടെ മേലെ പോട്ടെ. പിന്നെ കോപ്പർ എനിക്ക് ആദ്യമേ കുറെ കിട്ടിയത് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയപ്പോ. പിന്നെ കോള് ഇവിടെ നമ്മുടെ 22 കോളായിട്ടുണ്ട്. കോൾ ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു വ്യത്യാസം എന്ന് പറയുന്നത് കാണാനായിട്ടുള്ളത് SOV കൂട്ടിയാണ്. SOV ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കിയാണ് പറഞ്ഞു. ഓക്കെ, രാവിലെ ഭയങ്കര ഉറക്കായിരുന്നു. മനോഹരം. നമുക്ക് വീട് അങ്ങോട്ടും ഒക്കെ ആയിരുന്നു അല്ലെ, സൂര്യൻ ഉദിച്ചു വരുന്നത്. പിന്നെ അതെന്താന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാന് ഇത്തിരി ബ്രെഡ് എടുക്കുന്നുള്ളൂ, ബിക്കോസ് ചത്ത എനിക്ക് വയ്യ. ഓക്കെ, അതല്ല വേറെ എന്തേലും പ്രശ്നം ഒന്നുമില്ല. നമുക്ക് ഒന്ന് ആ ഒരു കണ്ട സാധനം എന്താന്ന് നോക്കിയിട്ട് വരാം. അതേ അയാളിരിക്കുന്നു, പക്ഷെ ഞാൻ ഇത് കണ്ടില്ലല്ലോ. ഇത് എടുത്തേക്കാം, എനിക്ക് ഫുള്ളായാണ് ആർമർ ആവാനുള്ളത്. എന്റെ അയാൾ ഒളിച്ചു പോയാ? എന്റെ അയൻ വരാതെ ഒരു കളിയും വേണ്ടത്. അമ്മ, ഞാനൊരു ആക്സ് എടുത്തില്ല. മറന്നായി എനിക്ക് ഗോമ്പി വരുന്നതാണ് തലൊക്കെ കുടിച്ചിട്ട്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വേണ്ട പൊക്കം സമയൊന്നും ചോദിക്കണ്ടടാ. ഇത് പണി പാളിന്നോട്ടോ തോന്നുന്നു. ഈ തോന്നുന്നുണ്ടേ എന്റെ സ്റ്റെപ്പ് അവിടെയാണ്. സ്റ്റെപ്പിട്ട് അങ്ങോട്ട് എങ്ങനെയൊന്ന് പോകുമല്ലോ. അതവിടെ വെള്ളത്തിന് കുടുങ്ങി കേട്ടോ. ഒരു മിനിറ്റ്, എത്രയും പെട്ടെന്ന്. ഓക്കെ, പഠിക്കാം. ആവടാ, അവിടെ ഇരുന്നോട്ടോ മക്കള്. ഓക്കെ ഗൈസ്, അവരുടെ എസ്കേപ്പ് ചെയ്തു. ഞാൻ എവിടെയാ മറ്റേ സാധനം കണ്ടത്? ഇവിടെ എവിടെയോ വന്നു. അതാ ഇത് തന്നെ. ഒരു മിനിറ്റ്, എനിക്കതാണോ തോന്നുന്നത്. ഒരു മിനിറ്റ്. ഇത് സാധാ മാക്മ. പക്ഷേ ഞാൻ വിചാരിച്ചു എന്റെ അയ്യാണിങ്ങനെ അവിടെ.
വേണം വേണ്ട ഒന്നും വേണ്ട, ഞാൻ തിരിച്ചു പോകാൻ പോവാ. പിന്നെ വീഡിയോ എത്ര മിനിറ്റ് ലോങ് വേണം നിങ്ങൾ പറഞ്ഞു. ഞാൻ പിന്നെ ഷോർട്ട് ആക്കുന്നത് പെട്ടെന്ന് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ടാണ്. മടി കാരണം അധികം എഡിറ്റ് ചെയ്യണ്ടേ ലോങ് ആണെങ്കിൽ, അതുകൊണ്ടാണ്. ചിലപ്പോ ഇപ്പൊ കാണുന്ന വീഡിയോയിൽ പകുതിയും കട്ടായിരിക്കും. 19 ഇനി നമുക്ക് ആദ്യം ടൂൾസ് ഉണ്ടാക്കാം. അവലൊന്നും ഒരു ബക്കറ്റ് കൈ വെച്ചേക്കട്ടെ, ആവശ്യം വരാം. ബക്കറ്റിന്റെ റിയലിസ്റ്റിക് നോക്കണം നിങ്ങള്. ഇവിടെ ബക്കറ്റേ വീഴൂല. വല്ലോ കൊണ്ടോണമെന്നുണ്ടെങ്കിൽ കൈ പിടിച്ചേക്കാം. ഇതെടുത്തിട്ട് ഇതിനകത്തോട്ട് വെക്കാം. പിന്നെ അയൺ ഫാം ഒക്കെ ഉണ്ടാക്കണം. ഞാൻ നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ആക്സ് കൂടി ഉണ്ടാക്കാം. ഒരു ആക്സും കൂടി ഉണ്ടാക്കിയിട്ട് വെച്ചേക്കാം. പക്ഷേ കോഡിന്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ സെറ്റ്. ഇനിയിപ്പം ആർമർ അല്ലേ, ആർമർ നമുക്ക് സെറ്റാക്കണം. അയൺ എടുത്തിട്ട് അടക്കി. ഓക്കെ, അയൺ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനല്ലേ? ജസ്റ്റ് ഹെൽമെറ്റ് കിട്ടി. ഇങ്ങനെയും പിന്നെ ഇതും ഇതും. ബൂട്ടും. ഓക്കെ ഓക്കെ, ഹെൽമെറ്റായി, ജസ്റ്റായി, ബൂട്ടായി. എനിക്കൊരു പാൻറ് കൂടി വേണം. പാൻറിന് 6 എണ്ണോ? അല്ല, 6 എണ്ണം എങ്ങാണ്ട് വേണം. 6 അയൺ എങ്ങാണ്ട് വേണം പാൻറ് ഉണ്ടാക്കാൻ. ടുഡേസ് കണ്ടന്റ് വി ബിക്കം ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ്. അതായിരിക്കും ഇന്നത്തെ കണ്ടന്റ്. പിന്നെ ഗ്യാസൊക്കെ കിട്ടി. പിന്നെ അത്രേ പെട്ടെന്ന് പോണം. പിന്നെ റാക്കൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് പണിയുണ്ട്. ആയിക്കോ. ഓ 7 എണ്ണാണല്ലേ വേണ്ടത്. അങ്ങനെ ആർമർ സ്റ്റോൺ ടൂളൊക്കെ ആർക്ക് വേണം മച്ചാനെ? അങ്ങനെ നമ്മൾ പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് വീഡിയോ ഫ്രണ്ട് പേഴ്സൺ ആക്കാൻ അങ്ങനെ നമ്മൾ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ്. ഫുൾ ടൂൾസ് ഇല്ല, എന്നാലും ടൂൾസ് ഉണ്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രൂട്ടോണിക്സ് ഗെയിമിംഗ് സോണി സൈൻ കട്ട പറ്റാത്ത നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.